ശീതകാലം തീവ്രമായ വെല്ലുവിളികളുടെ ഒരു കാലഘട്ടമാണ്. ആധുനിക ടെക്നോളജികളുടെ സഹായമുള്ളതിനാൽ മനുഷ്യർക്ക് ശീതകാലം വലിയ പ്രശ്നമല്ല. എന്നാൽ മറ്റ് ജീവികളെ സംബന്ധിച്ചിടത്തോളം ശീതകാലം എന്നത് ശരിക്കും മരണശിക്ഷ പോലെയാണ്. കഠിനമായ തണുപ്പിന് പുറമെ ആഹാരവും കൂടെ കിട്ടാത്ത ഒരു കാലമാണ് ശീതകാലം. അതുകൊണ്ട് തന്നെ ഒട്ടുമിക്ക ജീവികൾക്കും ശീതകാലത്തിനെ അതിജീവിക്കുക എന്നത് ഏകദേശം അസാധ്യമായ ഒരു കാര്യമാണ്. എന്നിരുന്നാലും ഈ തീവ്രമായ കാലഘട്ടത്തെ അതിജീവിക്കാൻ ചില മൃഗങ്ങളുടെ പക്കൽ അത്ഭുതാവഹമായ ഒരു കഴിവുണ്ട്. അതാണ് ഹൈബർനേഷൻ. ശീതകാലത്തിൽ അതിജീവിക്കുക എന്നത് മൃഗങ്ങൾക്ക് അത്ര എളുപ്പമുള്ള കാര്യമല്ല. കഠിനമായ തണുപ്പിനെ പ്രതിരോധിക്കണമെങ്കിൽ, അതായത് ശരീരത്തിന്റെ ചൂട് നിലനിർത്തണമെങ്കിൽ അവ പതിവിലും കൂടുതൽ ഊർജം ഉപയോഗിക്കേണ്ടതുണ്ട്. ഈ ഊർജം ആഹാരത്തിൽ നിന്നുമാണ് കണ്ടെത്തേണ്ടത്. പക്ഷേ ശീതകാലത്തിൽ ആഹാരത്തിന്റെ ലഭ്യത തീരെ കുറവായിരിക്കും. അതിനു പുറമെ ആഹാരം തേടാൻ അധികം സമയവും കിട്ടില്ല. കാരണം ശീതകാലത്തിൽ പകൽ സമയം കുറവായിരിക്കും. അതുകൊണ്ട് മഞ്ഞുകാലത്തിനെ അതിജീവിക്കണമെങ്കിൽ മൃഗങ്ങൾ ഒന്നുകിൽ കൂടുതൽ കഷ്ടപ്പെട്ട് കൂടുതൽ ആഹാരം കണ്ടെത്തണം, അല്ലെങ്കിൽ തണുപ്പില്ലാത്ത സ്ഥലങ്ങളിലേക്ക് മൈഗ്രേറ്റ് ചെയ്യണം. ഇത് രണ്ടും വളരെ റിസ്ക് ഉള്ള കാര്യങ്ങളാണ്. എന്നിരുന്നാലും ശീതകാലത്തിൽ നിന്നും രക്ഷപ്പെടാൻ ഇതല്ലാതെ ഒട്ടുമിക്ക മൃഗങ്ങൾക്കും വേറെ മാർഗമില്ല. എന്നാൽ ചില ജീവികൾക്ക് മൂന്നാമതൊരു മാർഗമുണ്ട്. അതാണ് ഹൈബർനേഷൻ. ഇതൊരു പ്രത്യേക തരത്തിലുള്ള ഉറങ്ങുന്നത് പോലത്തെ അവസ്ഥയാണ്. ഈ അവസ്ഥയിലായിരിക്കുമ്പോൾ അവയുടെ ശരീരത്തിന്റെ മൊത്തം പ്രവർത്തനങ്ങളുടെയും വേഗത വലിയ രീതിയിൽ കുറയും. അതായത് ഹൃദയമിടിപ്പ്, ശ്വസനം, മെറ്റബോളിസം അങ്ങനെ എല്ലാം തന്നെ കുറയും. അതിനു പുറമെ ശരീരത്തിന്റെ താപനിലയും കുറയും. ഇതാണ് ഹൈബർനേഷൻ. ഈ അവസ്ഥയിൽ ശരീരത്തിന് ജീവൻ നിലനിർത്താൻ വളരെ ചെറിയ തോതിലുള്ള ഊർജം മാത്രം മതി. പെട്ടെന്ന് കേൾക്കുമ്പോൾ ഇത് ഉറക്കത്തിന് തുല്യമാണെന്ന് തോന്നും. പക്ഷേ യഥാർത്ഥത്തിൽ ഇത് ഉറക്കത്തിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ്. താരതമ്യേന പറഞ്ഞാൽ വണ്ടി എഞ്ചിൻ ഓഫ് ആക്കാതെ വെറുതെ ഒരിടത്തിട്ടിരിക്കുന്നത് പോലത്തെ അവസ്ഥയാണ് ഉറക്കം. കാരണം വണ്ടി വെറുതെ ഒരിടത്തിട്ടിരിക്കുകയാണെങ്കിലും അതിന്റെ എഞ്ചിൻ ഓഫ് ആക്കാത്തത് കൊണ്ട് വണ്ടിയിലുള്ള ഇന്ധനവും പതിയെ തീർന്നുകൊണ്ടിരിക്കും. ഇതുപോലെയാണ് ഉറക്കവും. ഉറക്കത്തിൽ ശരീരത്തിന്റെ പ്രവർത്തനങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കും. അതിന്റെ നിരക്ക് ഉണർന്നിരിക്കുന്നതിനെ അപേക്ഷിച്ച് ചെറിയ രീതിയിൽ കുറവാണെന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ ഹൈബർനേഷൻ എന്നത് വണ്ടിയുടെ എഞ്ചിൻ ഓഫ് ആക്കി ഇടുന്നത് പോലെയാണ്. അത്രയും കുറഞ്ഞ നിരക്കിലായിരിക്കും ശരീരം മുഴുവൻ പ്രവർത്തിക്കുന്നത്. ഉദാഹരണത്തിന് 200 മുതൽ 300 BPM വരെയാണ് ഡ്വാർഫ് ലെമൂർ എന്ന ജീവിയുടെ സാധാരണ ഹാർട്ട് റേറ്റ്. അതായത് ഒരു മിനിറ്റിൽ 300 തവണ വരെ ഇവയുടെ ഹൃദയം ഇടിക്കും. പക്ഷേ ഇവ ഹൈബർനേറ്റ് ചെയ്യുന്ന സമയം ഹാർട്ട് റേറ്റ് 6 BPM കുറയും. അപ്പോൾ ഇത്രയും കുറഞ്ഞ നിരക്കിൽ ശരീരം പ്രവർത്തിക്കുന്നതിനാൽ വളരെ നിസ്സാരമായ ഊർജം ഉപയോഗിച്ച് തന്നെ ഇവയ്ക്ക് പല ആഴ്ചകൾ മുതൽ മാസങ്ങളോളം സമയം വരെ ഹൈബർനേഷനിലായിരിക്കാൻ സാധിക്കും. ഹൈബർനേഷന് പകരം ചില ജീവികൾക്ക് അതിന് സമാനമായ മറ്റ് ചില കഴിവുകളുണ്ട്. വേണമെങ്കിൽ ആ കഴിവുകളെ ഹൈബർനേഷന്റെ വകഭേദങ്ങളാണെന്ന് നമുക്ക് പറയാം. ഉദാഹരണത്തിന് ഹമ്മിങ് ബേർഡ്സ് എല്ലാ രാത്രികളിലും ഹൈബർനേഷന് പകരം ടോർപോർ ചെയ്യും. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ പറക്കുന്നതിന്റെ മാസ്റ്റേഴ്സ് ആണ് ഹമ്മിങ് ബേർഡ്സ്. ഇവ ഒരു സെക്കൻഡിൽ 80 മുതൽ 200 തവണ വരെയാണ് ചിറകടിക്കുന്നത്. ഇത്രയും വേഗത്തിൽ ചിറകടിക്കണമെങ്കിൽ അതിനത്രത്തോളം ഊർജവും ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഹമ്മിങ് ബേർഡ്സിന്റെ മെറ്റബോളിസം അതിതീവ്രമാണ്. പകൽ സമയം ഓരോ 10 മിനിറ്റ് കൂടുമ്പോഴും ഇവയ്ക്ക് ആഹാരം കഴിച്ചുകൊണ്ടേയിരിക്കണം, അല്ലെങ്കിൽ ഇവ വിശന്ന് ചത്തുപോകും. താരതമ്യേന പറഞ്ഞാൽ ഒരു ശരാശരി മനുഷ്യന് ഒരു ദിവസം വേണ്ടത് 2000 മുതൽ 3000 കാലറീസ് ആണ്. എന്നാൽ ഹമ്മിങ് ബേർഡ്സ് കഴിക്കുന്നത് പോലെ ഒരു മനുഷ്യൻ കഴിച്ചാൽ അയാൾ ഒരു ദിവസം 2 ലക്ഷത്തിൽ കൂടുതൽ കാലറീസ് കഴിക്കേണ്ടി വരും. എന്തായാലും രാത്രി ആയി കഴിഞ്ഞാൽ പിന്നെ ഹമ്മിങ് ബേർഡ്സിന് ആഹാരം തേടി പോകാൻ പറ്റില്ല. അതിനു പുറമെ രാത്രിയുടെ തണുപ്പിനെ പ്രതിരോധിക്കാൻ ഇവ കൂടുതൽ ഊർജവും ചിലവാക്കേണ്ടി വരും. അത് ഒട്ടും തന്നെ പ്രായോഗികമല്ല. അതിനാൽ രാത്രിയായി കഴിഞ്ഞാൽ അവ ടോർപോർ എന്നൊരു അവസ്ഥയിലേക്ക് പ്രവേശിക്കും. ഹൈബർനേഷന്റെ ഒരു മിനി വെർഷനാണ് ടോർപോർ. അതായത് ഹൈബർനേഷൻ എന്നത് ഒരുപാട് കാലം നീണ്ടു നിൽക്കും. എന്നാൽ ടോർപോർ ആണെങ്കിൽ ഏതാനും ചില മണിക്കൂറുകൾ മുതൽ 1-2 ദിവസങ്ങളോളം നേരത്തേക്ക് മാത്രമേ നീണ്ടു നിൽക്കുകയുള്ളൂ. അതുപോലെ ടോർപോർ അവസ്ഥയിൽ ശരീരത്തിന്റെ പ്രവർത്തനങ്ങൾ ചിലപ്പോൾ ഹൈബർനേഷനിലായിരിക്കുന്നതിന്റെ അത്രത്തോളം കുറയുകയുമില്ല. ഇനി മുതലകളെ പോലെയുള്ള ചില ജീവികളാണെങ്കിൽ ഹൈബർനേഷന് പകരം എസ്റ്റിവേഷൻ ചെയ്യും. ഹൈബർനേഷന് തുല്യമായ അവസ്ഥ തന്നെയാണ് എസ്റ്റിവേഷനും. പക്ഷേ വ്യത്യാസം എന്നത് തണുത്ത കാലാവസ്ഥയിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഹൈബർനേഷൻ ചെയ്യുന്നത്. എന്നാൽ ചൂട് കൂടിയ കാലാവസ്ഥയിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി ചെയ്യുന്നതാണ് എസ്റ്റിവേഷൻ. എസ്റ്റിവേറ്റ് ചെയ്യുന്ന മിക്കവാറും ജീവികളും ചെളിയുള്ള സ്ഥലങ്ങൾ കണ്ടെത്തിയ ശേഷം അവിടെ കുഴിയുണ്ടാക്കി അതിനുള്ളിലായിരിക്കും എസ്റ്റിവേറ്റ് ചെയ്യുന്നത്. ഇനി കോൾഡ് ബ്ലഡഡ് ആയിട്ടുള്ള ജീവികൾ ബ്രൂമേഷൻ ചെയ്യും. ഇതും തണുത്ത കാലാവസ്ഥയിൽ നിന്നും രക്ഷപ്പെടാനുള്ള ഒരു മാർഗമാണ്.
ഹൈബർനേഷനിൽ സംഭവിക്കുന്നത് തന്നെയാണ് ബ്രൂമേഷനിലും സംഭവിക്കുന്നത്. പ്രധാന വ്യത്യാസം എന്താണെന്നാൽ ബ്രൂമേഷനിലായിരിക്കുന്ന ജീവികൾ ഇടയ്ക്കിടയ്ക്ക് ഉണരുന്ന സമയം ഇവ കൂട്ടിൽ നിന്നും പുറത്തു വരികയും ചെയ്യും. കുറച്ചെങ്കിലും ചൂടുള്ള ദിവസങ്ങളിലായിരിക്കും ഇവ പൊതുവെ ഉണരുന്നത്. ചൂട് കൊള്ളാനും വെള്ളം കുടിക്കാനും വേണ്ടിയിട്ടാണ് ഇവ ഇങ്ങനെ ഉണരുന്നത്. പക്ഷേ ബ്രൂമേഷനിലായിരിക്കുന്ന കാലം അത്രയും ഇവ ആഹാരം കഴിക്കാറില്ല. ഇനി ചില പ്രാണിവർഗ്ഗങ്ങൾ ഡയാപൗസ് ചെയ്യാറുണ്ട്. ഇതും ഹൈബർനേഷന് സമാനമായ അവസ്ഥയാണ്. പക്ഷേ വ്യത്യാസം എന്താണെന്നാൽ ഹൈബർനേഷൻ സംഭവിക്കുന്നത് ശീതകാലത്തിലാണ്. എന്നാൽ അതിജീവനത്തിന് ബുദ്ധിമുട്ടാകുന്ന എന്ത് കാലാവസ്ഥാ വ്യതിയാനമുണ്ടായാലും സംഭവിക്കുന്നതാണ് ഡയാപൗസ്. പല വകഭേദങ്ങൾ ഉണ്ടെങ്കിലും ഹൈബർനേഷനാണ് ഏറ്റവും മികച്ചത്. ഹൈബർനേഷൻ വാം ബ്ലഡഡ് ആയിട്ടുള്ള ജീവികളിൽ മാത്രമേ സംഭവിക്കാറുള്ളൂ. അതിലും ഏറ്റവും പ്രധാനമായി മാമൽസ് ആണ് ഹൈബർനേറ്റ് ചെയ്യുന്നത്. കരടികൾ, മാർസൂപ്പിയൽസ്, ഗ്രൗണ്ട് സ്ക്യുറൽസ്, ഹെഡ്ജ്ഹോഗ്സ് എന്നിവയൊക്കെയാണ് അതിന്റെ ഉത്തമ ഉദാഹരണങ്ങൾ. ശാസ്ത്രജ്ഞരുടെ നിഗമനമനുസരിച്ച് പകൽ സമയത്തിന്റെ ദൈർഘ്യം, താപനില, ആഹാരത്തിന്റെ ലഭ്യത എന്നീ ഘടകങ്ങളൊക്കെ ഒരുമിച്ച് കുറയുമ്പോഴാണ് ജീവികളിൽ ഹൈബർനേഷൻ ട്രിഗർ ആകുന്നത്. അങ്ങനെ ട്രിഗർ ആകുമ്പോൾ ആ ജീവിയുടെ തലച്ചോറിൽ ഹൈപ്പോതലാമസിലെ ചില പ്രത്യേക ന്യൂറോൺസിന് ഹൈബർനേറ്റ് ചെയ്യാനുള്ള സിഗ്നൽസ് കിട്ടും. വിശപ്പ്, മെറ്റബോളിസം, ശരീര താപനില, ഹൃദയമിടിപ്പ്, ശ്വസനം, സിർക്കേഡിയൻ റിതം, ഉറക്കം അങ്ങനെ പ്രധാനപ്പെട്ട പല കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് ഹൈപ്പോതലാമസ് ആണ്. അതിനാൽ ഹൈബർനേഷൻ ചെയ്യണമെന്ന് ശരീരത്തിന് മെസ്സേജ് കിട്ടുന്നത് ഹൈപ്പോതലാമസിൽ നിന്നുമാണ്. ഹൈബർനേഷൻ ഓട്ടോമാറ്റിക്കലി സംഭവിക്കുന്നതാണെങ്കിലും അത് സംഭവിക്കാൻ പോവുകയാണെന്ന് ജീവികൾക്ക് അറിയാമായിരിക്കും. അതായത് ഉറങ്ങുന്നതിന് മുന്നേ നമ്മൾ ഉറങ്ങാൻ പോവുകയാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നത് പോലെ. അതുകൊണ്ട് തന്നെ അത് തിരിച്ചറിഞ്ഞാലുടൻ അവ പതിവിലും കൂടുതലായിട്ട് കഴിക്കാൻ തുടങ്ങും. കാരണം ഹൈബർനേറ്റ് ചെയ്യുന്നതിന് മുന്നേ കുറച്ചെങ്കിലും ഊർജം ശേഖരിച്ച് വെക്കേണ്ടതുണ്ട്. ശേഷം സേഫ് ആയിട്ട് വിശ്രമിക്കാൻ രഹസ്യമായി കൂടുകൾ കണ്ടെത്തുകയോ നിർമ്മിക്കുകയോ ചെയ്യും. പിന്നെ അവിടെ കിടന്ന് ഹൈബർനേറ്റ് ചെയ്യും. ഹൈബർനേറ്റ് ചെയ്യുന്ന ഏകദേശം എല്ലാ ജീവികളും അവയുടെ ശരീര താപനില 0 ഡിഗ്രി സെൽഷ്യസിനോട് അടുത്ത് കൊണ്ടുവരും. എന്നാൽ ആർട്ടിക് ഗ്രൗണ്ട് സ്ക്വിറൽ പോലത്തെ ചില ജീവികളാണെങ്കിൽ -3 ഡിഗ്രി സെൽഷ്യസിലേക്ക് വരെ താപനില താഴ്ത്തും. അതായത് ഇവ മഞ്ഞിൽ ഉറഞ്ഞു കിടക്കുന്നത് പോലെ ആയിരിക്കും. അപൂർവം ചില ജീവികളാണെങ്കിൽ വളരെ എക്സ്ട്രീം ആയിട്ടുള്ള രീതിയിലാണ് ഹൈബർനേഷൻ ചെയ്യുന്നത്. അതിനൊരു ഉത്തമ ഉദാഹരണമാണ് വുഡ് ഫ്രോഗ്. ശീതകാലമാകുമ്പോൾ തണുപ്പ് കാരണം ആദ്യം ഇതിന്റെ സ്കിൻ മരവിക്കാൻ തുടങ്ങും. ശേഷം ശരീരഭാഗങ്ങളും പതിയെ മരവിക്കും. അവസാനം ഈ തവള മൊത്തത്തിൽ ഒരു മഞ്ഞുകട്ട പോലെയായി മാറും. ഇങ്ങനെ മഞ്ഞുകട്ട പോലെ ആയിരിക്കുന്ന സമയം ഇവയുടെ ശരീരത്തിന്റെ പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങൾ മുഴുവൻ, അതായത് ശ്വസനം, ഹൃദയമിടിപ്പ്, രക്തയോട്ടം എന്നിവയെല്ലാം പൂർണ്ണമായും നിലയ്ക്കും. മറ്റ് ജീവികളിൽ ഈ പ്രവർത്തനങ്ങളുടെ എല്ലാം നിരക്കും വേഗതയും ഒക്കെ കുറയുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഈ തവളകളിൽ അതെല്ലാം പൂർണ്ണമായും നിലയ്ക്കും. ഇവയുടെ കോശങ്ങൾ മാത്രമായിരിക്കും പ്രവർത്തിക്കുന്നത്. ഈ കോശങ്ങളൊന്നും നശിക്കാതിരിക്കാൻ ഹൈബർനേഷൻ തുടങ്ങുന്നതിന് മുന്നേ ഇവയുടെ ശരീരം ആന്റി ഫ്രീസിംഗ് പ്രോട്ടീൻസ് ഉൽപ്പാദിപ്പിച്ച് കോശങ്ങളിൽ എത്തിക്കും. ശീതകാലം മുഴുവൻ ഇവ ഇങ്ങനെ ഒരിടത്ത് മഞ്ഞിൽ ഉറഞ്ഞു കിടക്കും. ശീതകാലം കഴിയുമ്പോൾ പതിയെ മഞ്ഞുരുകുകയും ശരീരം മുഴുവൻ ആക്റ്റീവ് ആവുകയും ചെയ്യും. ഇങ്ങനെയാണ് ഇവ ഹൈബർനേറ്റ് ചെയ്യുന്നത്. വളരെ ചുരുക്കം ചില ജീവികൾക്ക് മാത്രമേ ഇത്രയും എക്സ്ട്രീമായ രീതിയിൽ ഹൈബർനേഷൻ ചെയ്യാനുള്ള കഴിവുള്ളൂ. എന്തായാലും പല മാസങ്ങളോളം സമയമാണ്. എന്നുവെച്ചാൽ ശീതകാലം മാറുന്നതുവരെയാണ് പൊതുവെ മൃഗങ്ങൾ ഹൈബർനേറ്റ് ചെയ്യുന്നത്. പക്ഷേ ഹൈബർനേറ്റ് ചെയ്യുന്ന എല്ലാ ജീവികളും വുഡ് ഫ്രോഗുകളെ പോലെ മുഴുവൻ സമയവും ഒരിടത്ത് അനങ്ങാതെ കിടക്കുകയായിരിക്കില്ല. പകരം ഇവ ഇടയ്ക്കിടയ്ക്ക് ഉണരാറുണ്ട്. എങ്കിലും പൊതുവെ അവ കൂടുവിട്ട് പുറത്തിറങ്ങാറില്ല. എന്തിനാണ് ഇവ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഉണരുന്നതെന്ന് കൃത്യമായിട്ട് അറിയില്ല. എന്നിരുന്നാലും ശരീരത്തിന്റെ രോഗപ്രതിരോധ ശേഷി ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കുമെന്നാണ് ശാസ്ത്രജ്ഞർ കരുതുന്നത്. ഉണരുന്നതിന് പുറമെ ചിലപ്പോഴൊക്കെ തണുപ്പിന്റെ തീവ്രത തീരെ കൂടുമ്പോൾ ചൂട് കിട്ടാൻ വേണ്ടി ഇവ വിറയ്ക്കുകയും അനങ്ങുകയും ഒക്കെ ചെയ്യാറുണ്ട്. ഹൈബർനേറ്റ് ചെയ്യുന്ന സമയം മെറ്റബോളിസം കുറവായതുകൊണ്ട് തന്നെ ഇവയുടെ ശരീരം അധികം വേസ്റ്റ് ഒന്നും ഉൽപ്പാദിപ്പിക്കാറില്ല. അതുമാത്രമല്ല ഹൈബർനേറ്റ് ചെയ്യുന്ന ഒട്ടുമിക്ക ജീവികളിലും ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വേസ്റ്റ് വീണ്ടും റീസൈക്കിൾ ആവുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഹൈബർനേഷൻ ചെയ്യുമ്പോൾ മൃഗങ്ങൾ ശീതകാലത്തിനെ അതിജീവിക്കാനുള്ള സാധ്യത 5 മടങ്ങ് വരെ വർദ്ധിക്കും. അതിനു പുറമെ ഹൈബർനേഷന് മറ്റൊരു വലിയ പ്രത്യേകതയും കൂടെയുണ്ട്. എന്താണെന്നാൽ ഹൈബർനേറ്റ് ചെയ്യുന്ന മൃഗങ്ങൾക്ക് കൂടുതൽ കാലം ജീവിച്ചിരിക്കാൻ പറ്റും. അതായത് എന്തോ കാരണത്താൽ ഹൈബർനേഷൻ വയസ്സാകുന്നതിന്റെ വേഗത കുറയ്ക്കും. നിർഭാഗ്യവശാൽ ഇതെന്തുകൊണ്ടാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. ഹൈബർനേഷൻ പ്രധാനമായും ചെയ്യുന്നത് മാമൽസ് ആണ്. പക്ഷേ എന്നിട്ടും എന്തുകൊണ്ടാണ് മനുഷ്യർക്ക് അത് ചെയ്യാൻ പറ്റാത്തത്? അതിന് നിരവധി കാരണങ്ങളുണ്ട്. ഒന്നാമതായി മനുഷ്യര് പരിണമിച്ചത് ആഫ്രിക്കയിലാണ്. അവിടെ തണുപ്പിൽ നിന്നും രക്ഷപ്പെടേണ്ട കാര്യമില്ല. പകരം ചൂടിൽ നിന്നുമാണ് സംരക്ഷണം കിട്ടേണ്ടത്. രണ്ടാമത്തെ കാരണം നമ്മൾ ഒമ്നിവോറസ് മൃഗങ്ങളാണ്. അതുകൊണ്ട് തന്നെ ആഹാരത്തിന്റെ ദൗർലഭ്യത നമ്മളെ അത്രത്തോളം ബാധിക്കില്ല.
പക്ഷെ ഇതിനെല്ലാത്തിനും പുറമെ മനുഷ്യര് അത്യധികം ബുദ്ധിയുള്ളവരാണ്. ഈ ബുദ്ധി ഉപയോഗിച്ച് എന്ത് പ്രശ്നം വേണമെങ്കിലും നമുക്ക് പരിഹരിക്കാൻ കഴിയും. ഇത് തന്നെയാണ് പരിണാമം നമുക്ക് ഹൈബർനേഷൻ നൽകാത്തതിന്റെ ഏറ്റവും പ്രധാന കാരണവും. തണുപ്പ് കൂടിയാൽ കട്ടിയുള്ള വസ്ത്രങ്ങൾ ധരിച്ച് തണുപ്പിൽ നിന്നും രക്ഷപ്പെടും, അല്ലെങ്കിൽ തീ കൂട്ടി ചൂടുണ്ടാക്കും. ആഹാരത്തിന്റെ ദൗർലഭ്യത വന്നാൽ നേരത്തെ തന്നെ ആഹാരം ശേഖരിച്ചു വെച്ച് നമ്മൾ ഭക്ഷണം കഴിക്കും. ഇനി അവസ്ഥകൾ തീരെ അസഹനീയമായാൽ കെട്ടും കെട്ടി മറ്റൊരു ദേശത്തിലേക്ക് പോകാനും നമുക്കറിയാം. അങ്ങനെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്താനുള്ള ബുദ്ധി നമുക്കുണ്ട്. ഈ കാരണങ്ങൾ കൊണ്ട് തന്നെ ഹൈബർനേഷൻ നമുക്ക് വെറും യൂസ്ലെസ് ആണ്. അത് മാത്രമല്ല, മറ്റൊരു കാര്യമെന്നത് ഹൈബർനേഷൻ മാമൽസിന്റെ ബുദ്ധിശക്തിയെ ബാധിക്കും. എന്തെന്നാൽ ഹൈബർനേഷൻ ചെയ്യുന്ന സമയം മാമൽസിന്റെ തലച്ചോറിലുള്ള 50% സിനാപ്സുകൾ വരെ നഷ്ടമാകും. അനന്തരഫലമായി ആ ജീവികൾ പല കാര്യങ്ങളും മറന്നുപോകും. പക്ഷേ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിയാണ് ഏറ്റവും വലിയ ശക്തി. അതുകൊണ്ട് തന്നെ നമുക്ക് ഹൈബർനേഷൻ കഴിവ് പരിണമിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ അത് നമ്മളെ വംശനാശത്തിൽ വരെ എത്തിച്ചേനെ. സൈഡ് എഫക്ട്സ് ഒന്നുമില്ലാതെ മനുഷ്യർക്ക് ഹൈബർനേഷൻ ചെയ്യാനുള്ള ടെക്നോളജി വികസിപ്പിക്കാൻ നിലവിൽ പല ശാസ്ത്രജ്ഞരും വളരെ ഗൗരവമായിട്ട് തന്നെ ശ്രമിക്കുന്നുണ്ട്. കാരണം അങ്ങനെ ഹൈബർനേഷൻ ചെയ്യാൻ പറ്റിയാൽ അത് നമുക്ക് ഒരുപാട് ഉപയോഗപ്രദമാണ്. നമുക്ക് ബഹിരാകാശ യാത്രകൾ ചെയ്യാൻ സാധിക്കുമെന്നതാണ് ഏറ്റവും വലിയ ഉപയോഗം. അതായത് നിലവിലത്തെ ടെക്നോളജികൾ ഉപയോഗിച്ച് നമുക്ക് സാറ്റേണിലെത്താൻ പോലും 10 വർഷങ്ങളോളം വരെ സമയമെടുക്കും. തിരിച്ചു വരാൻ എടുക്കുന്ന സമയവും കൂടെ പരിഗണിച്ചാൽ 20 വർഷങ്ങളോളം വേണം. 20 വർഷങ്ങൾ എന്നത് ഒരു ശരാശരി മനുഷ്യായുസ്സിന്റെ 25% കൂടുതൽ സമയമാണ്. ഇനി ഏറ്റവും അടുത്തുള്ള മറ്റൊരു നക്ഷത്ര വ്യൂഹത്തിൽ എത്താനാണെങ്കിൽ, അതായത് പ്രോക്സിമ സെന്റോറിയിലെത്താൻ 10,000 വർഷങ്ങളെടുക്കും. അത്രയും വർഷമൊന്നും മനുഷ്യർക്ക് ജീവിച്ചിരിക്കാൻ പോലും പറ്റില്ല. ഇത് തന്നെയാണ് ബഹിരാകാശ പര്യവേഷണത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളിയും. ബഹിരാകാശത്തിൽ മനുഷ്യരാശി ഇതുവരെ അധിക ദൂരമൊന്നും പോയിട്ടില്ലാത്തതിന്റെ കാരണവും ഇത് തന്നെയാണ്. യഥാർത്ഥത്തിൽ പ്രകാശ വേഗത്തിൽ സഞ്ചരിക്കാനുള്ള ടെക്നോളജി ഉണ്ടെങ്കിൽ പോലും ബഹിരാകാശത്തിൽ അധിക ദൂരമൊന്നും നമുക്ക് എത്തിപ്പെടാൻ പറ്റില്ല എന്നതാണ് ദൗർഭാഗ്യകരമായ മറ്റൊരു കാര്യം. കാരണം പ്രകാശവേഗത്തിൽ സഞ്ചരിച്ചാലും ഒരു ശരാശരി മനുഷ്യായുസ് കൊണ്ട് പരമാവധി 80-90 പ്രകാശവർഷം ദൂരം വരെ മാത്രമേ എത്താൻ പറ്റൂ. എന്നാൽ നമ്മുടെ മിൽക്കി വേ ഗാലക്സിയുടെ വലിപ്പം എന്നത് 1,00,000 പ്രകാശവർഷങ്ങളാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വലിയ ബഹിരാകാശ യാത്രകൾ ചെയ്യണമെങ്കിൽ ഹൈബർനേഷൻ പോലെയുള്ള എന്തെങ്കിലും ഒരു സംവിധാനം കണ്ടെത്തേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. അതില്ലാതെ നമുക്ക് നമ്മുടെ സൗരയൂഥം വിട്ട് പുറത്തു പോകാൻ പോലും പറ്റില്ല എന്നതാണ് വാസ്തവം. അതുകൊണ്ടാണ് നാസ ഉൾപ്പെടെയുള്ള പല സംഘടനകളും ഇന്ന് വളരെ ആക്റ്റീവായിട്ട് തന്നെ ഹൈബർനേഷൻ ടെക്നോളജി വികസിപ്പിക്കാൻ ശ്രമിക്കുന്നത്. തീർച്ചയായും അത് ഭാവിയിൽ നമ്മൾ സാധ്യമാക്കുകയും ചെയ്യും.